ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളിന്ന് ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ്. ഞങ്ങൾ വിചാരിച്ചു വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് വന്നേക്കും. അപ്പോൾ പാർക്കിൽ ഇവിടെ ഒരു പോണ്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുമ്പിലാണ്. നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കൊറോണയ്ക്ക് മുമ്പ് മാസത്തിൽ 2 തവണയെങ്കിലും ഞങ്ങൾ ഈ പാർക്കിൽ വരാറുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഈ പാർക്കിലേക്ക്. പക്ഷേ കൊറോണ തുടങ്ങിയത് പിന്നെ ഇതാദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും വലിയ ഇഷ്ടമാണ് ഇവിടെ വരുന്നത്, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല. പിന്നെ ആരോണാണെങ്കിൽ ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ അവനും എനിക്കും ഈ പക്ഷികളെയും മീനിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വളർത്തുന്നതിനോട് ചെയ്യാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിനെയൊക്കെ ഒന്ന് കാണാം, അതൊക്കെ അവന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുളവും വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. മുൻപൊക്കെ എല്ലാം ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അത്രയില്ല, കൊറോണ ആയതുകൊണ്ടായിരിക്കും. ഇത്ര ആളുകൾ വരുന്ന സ്ഥലമാണെങ്കിലും എപ്പോഴും ഭയങ്കര നീറ്റും ക്ലീനും ഒക്കെയാണ് കേട്ടോ. വെള്ളമൊക്കെ കണ്ടാലും നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. പിന്നെ ഇപ്പോൾ ഇല പൊഴിയുന്ന സമയമാണല്ലോ, അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയല്ലേ. ഇല പൊഴിയുന്നത് കാണാൻ പോയതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും നിറങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഈ ഇലയൊക്കെ കണ്ടോ? ഈ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന റീത്തിലും ഇതുപോലെയുള്ള ഫോൾസിൻ്റെ തീമിലുള്ള റീത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഹോം ടൂർ കണ്ടവർക്ക് അത് മനസ്സിലായി കാണും. ഈ പാർക്ക് ഏകദേശം ഏക്കറുകളോളം ഉണ്ട്. അപ്പോൾ തട്ടായിട്ട് കിടക്കുന്ന ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് അതെല്ലാം നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇലകളിലെല്ലാം സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെ ചില മരങ്ങളുടെ മാത്രമേ നന്നായിട്ട് കളറ് മാറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എപ്പോഴും പച്ച തന്നെയാണ്. അപ്പോൾ അതും കൂടെ മാറിക്കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ പൂക്കളൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര ഭംഗിയായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇവിടെ ആരും ഇങ്ങനെ പൂക്കളൊന്നും പറിച്ചുകൊണ്ട് പോകുമൊന്നുമില്ല. അതിൻ്റെ കാണാനുള്ള ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവരും ചെയ്യുക. അതൊക്കെ നമ്മൾ ഇവിടെ വിദേശികളിൽ നിന്ന് നമ്മൾ കണ്ടു പഠിക്കേണ്ട ശീലങ്ങളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ചെടികളെയും പൂക്കളെയും ഒക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്ഥലപരിമിതി ഉണ്ട്, എന്നാലും ഉള്ള സ്ഥലത്ത് മാക്സിമം ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം വലിയൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ, അതെൻ്റെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ നാട്ടിൽ, അപ്പോൾ അതുകൊണ്ട് അവർക്കതൊക്കെ നോക്കി നടത്താനായിട്ട് ബുദ്ധിമുട്ടാവും. എന്നാലും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കുറച്ചൊക്കെ ചെടി വാങ്ങി വെക്കാറുണ്ട്. പിന്നെ അവരും കിട്ടുന്ന ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യും, അവർക്കും അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ പാർക്കിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്നാൽ വീക്ക് ഡേയ്സിലെ ജോലിയുടെ സ്ട്രെസ്സൊക്കെ മറന്ന് ഒന്ന് സമാധാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മളിനി താഴേക്ക് ഇറങ്ങി പോകുന്നത് ജാപ്പനീസ് ഗാർഡനിലേക്കാണ്. അതായത് ഇവിടെ ജാപ്പനീസ് ഗാർഡൻ്റെ സ്റ്റൈലിൽ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലാണ്, കാരണം നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാണത്. ഇതുപോലെ ചെറിയൊരു പോണ്ടും അതുപോലെ വെട്ടി നിർത്തിയിരിക്കുന്ന മരങ്ങളും കുറ്റിച്ചെടികളും കല്ലുപാകിയ വഴികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഭയങ്കര തണലുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഏത് കാലത്തും ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ പോണ്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നുകളും കാര്യങ്ങളെല്ലാം കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം തനിയെ ഉണ്ടായി വന്നതാണെന്ന്. പക്ഷെ അത് അവർ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. ആ ചെറിയൊരു പാലൊക്കെ കണ്ടോ? അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഉള്ള ഓരോ മരത്തിലും അത് ഏത് മരമാണെന്ന് പേരെഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവിടെയെല്ലാം ഇരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോറടിച്ചിരിക്കുന്ന ഒരു ദിവസമൊക്കെ ഒന്ന് വന്ന് മനസ്സൊന്ന് ഫ്രഷ് ആക്കാനൊക്കെ പറ്റിയ ഒരു പാർക്കാണിത്.
അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. താഴോട്ട് ഇറങ്ങി വന്ന അത്രയും സുഖമില്ല കേട്ടോ മേളിലോട്ട് കയറുമ്പോൾ. കാരണം തട്ടായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ മേളിലേക്ക് നല്ല കയറ്റമുണ്ട്. ഈ മരത്തിൻ്റെ പേര് റെഡ് ഫ്ലവറിങ് ഡോഗ്വുഡ് എന്നാണ്. ഇവിടെ ഇങ്ങനെ എല്ലാ മരത്തിലും അത് ഏത് മരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ലോണം ടയേർഡായി. കാരണം അത് നന്നായിട്ട് താഴേക്ക് ഇറങ്ങി പോകണമായിരുന്നു. ആ കാണുന്ന സ്റ്റെപ്പെല്ലാം തിരിച്ചു കയറി വന്നപ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. താഴേക്ക് ഇറങ്ങിപ്പോകാൻ നല്ല സുഖമായിരുന്നു. അപ്പോൾ തിരിച്ച് കയറി വന്നപ്പോഴേ നല്ല ടയേർഡായി. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. എന്നിട്ട് അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.